ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹോണ്ട എന്ന കമ്പനിയുടെ CB350, അതായത് ഹോണ്ട ഹൈനസ് എന്ന ബൈക്കിൻ്റെ ഡിസ്അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ്. അതായത് ഈ ബൈക്കിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ബൈക്ക് ഉപയോഗിക്കുന്ന ചില ഓണേഴ്സിൻ്റെ പ്രോബ്ലംസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ വാഹനത്തെക്കുറിച്ചോ ഈ വാഹന നിർമ്മാതാക്കളെക്കുറിച്ചോ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്. ഈ ബൈക്കിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡ് ചെയ്യുന്ന സമയത്ത് ചളി തെറിക്കുന്ന പ്രശ്നമാണ്. അത് റൈഡർക്ക് മാത്രമല്ല, റൈഡറുടെ കൂടെ ബാക്കിൽ പിലിയനിൽ ഇരിക്കുന്ന ആളുകൾക്കും ഈ ഒരു പ്രോബ്ലം നന്നായിട്ടുണ്ട്. അത് ഫ്രണ്ട് ടയറിൽ നിന്നായാലും ശരി, ബാക്ക് ടയറിൽ നിന്നായാലും ശരി, നല്ല രീതിയിൽ ചളി തെറിക്കുന്ന പ്രോബ്ലം ഉണ്ട്. അത് ഒന്ന് മഡ്ഗാർഡ്, ഇതിൻ്റെ ഫ്രണ്ടിലെ മഡ്ഗാർഡ് വളരെ ഷോർട്ടാണ് എന്നുള്ളൊരു കാരണം തന്നെ. കാരണം വളരെ ലെങ്ത് ഇല്ലാത്ത ചെറിയൊരു മഡ്ഗാർഡാണ് ഇതിന് വരുന്നത്. അതൊരു പ്രോബ്ലമാണ്. പിന്നെ ഒരു പ്രോബ്ലം ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ചളി തെറിക്കാനുള്ള പ്രോബ്ലം ഇതിൻ്റെ ടയറിൻ്റെ ഡിസൈനാണ്. ഈ ടയറിൻ്റെ ഡിസൈൻ ഈ ബൈക്കിന് ഒട്ടും മാച്ച് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല ആളുകളും ഈ ചളി തെറിക്കുന്ന പ്രോബ്ലം ഉണ്ടായിട്ട് ഒരു മഡ്ഗാർഡ് എക്സ്റ്റൻഡർ വാങ്ങി ഉപയോഗിച്ചിട്ട് പോലും ഈ ചളി തെറിക്കുന്ന പ്രോബ്ലം ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്നാലും ടയറിൻ്റെ രണ്ട് സൈഡിലൂടെ ആയാലും ശരി ചളി നന്നായിട്ട് നമ്മളെ കാൽമുട്ടിൻ്റെ മുകളിൽ വരെ വരുന്നുണ്ട് ചളി. ഓക്കെ, അത് ഇനി ബാക്കിലിരിക്കുന്ന ആളുകൾക്കായാലും ശരി നല്ല രീതിയിൽ നമ്മൾ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ ചളി തെറിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ എഞ്ചിൻ്റെ സൈഡിലേക്ക് ഒന്നും നോക്കണ്ട. അവിടെയൊക്കെ ഒരു കിലോമീറ്ററൊക്കെ ഓടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആകെ ചളി കുളമാണ് എഞ്ചിൻ്റെ സൈഡ്. ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു 200 മീറ്റർ റൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും കണ്ടില്ല, ആകെ ചളിയാണ് വാഹനത്തിൽ. അത് എവിടേക്ക് എത്തുന്നുണ്ടെന്ന് നോക്കി നോക്കൂ. ഫ്രണ്ട് സസ്പെൻഷൻ്റെ മഡ്ഗാർഡിൻ്റെ സെൻറ്റർ വരെ എത്തുന്നുണ്ട്. അത് കണ്ടില്ലേ? ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പോൾ എക്സ്റ്റൻഡർ ഉപയോഗിച്ചിട്ടും വലിയൊരു കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഫസ്റ്റത്തത് ഈ ചളി തെറിക്കുന്ന പ്രോബ്ലമാണ് ഈ ഒരു ബൈക്കിന് ഉള്ളത്. എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് പ്രോബ്ലംസാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് ലോ എൻഡ് പഞ്ച് വളരെ കുറവാണ്, മറ്റൊന്ന് ഹീറ്റ് പ്രോബ്ലം. ലോ എൻഡ് പഞ്ച് വളരെ കുറവെന്ന് പറയാൻ കാരണം കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു മോഡലിന് 3000 RPM 3mm ടോർക്കാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല. അതായത് RPM പുള്ള് നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം മുന്നിലുള്ള ഒരു വാഹനത്തെ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗിയർ ഡൗൺ ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനൊരു കയറ്റമൊന്നും ഇല്ലാത്ത നല്ല നിരപ്പായ റോഡാണെങ്കിൽ പോലും നമ്മളൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു സ്പീഡിലാണ് വരുന്നത് എങ്കിൽ പോലും നമുക്ക് ആ വാഹനത്തെ മുന്നിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതൊരു വലിയൊരു നെഗറ്റീവാണ് ഈ ഒരു ബൈക്കിന്. ഹീറ്റ് പ്രോബ്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹോണ്ട ഹൈനസ് മാത്രമല്ല, റോയൽ എൻഫീൽഡ് 350cc ബൈക്കുകളിലും ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട് എന്നറിയാം. നമ്മൾ ഈ രണ്ട് ബൈക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഒരു 50 കിലോമീറ്ററിന് മുകളിൽ റൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാലിലേക്ക് നല്ല ചൂട് കാറ്റ് വരുന്നത് കാണാം. കാരണം ഈ 350cc എഞ്ചിന് അവർ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു എയർ കൂൾഡ് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അത് അവർക്കൊരു ഓയിൽ കൂൾഡ് ടെക്നോളജി അല്ലെങ്കിൽ ലിക്വിഡ് കൂൾഡ് ടെക്നോളജി ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും പെയിൻറ്റ് ക്വാളിറ്റിയെ കുറിച്ചാണ്. പെയിൻറ്റ് ക്വാളിറ്റി പറയാതിരിക്കാൻ നല്ലത്, ഒരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പെയിൻ്റാണ് വരുന്നത്. അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ വാഹനം ലോഞ്ച് ചെയ്ത് ഇപ്പോൾ നമ്മൾ നിരത്തുകൾ ഇറങ്ങി തുടങ്ങിയിട്ട് 1 year ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും പല ഓണേഴ്സിനും വാഹനത്തിൻ്റെ പല സൈഡും തുരുമ്പ് പിടിക്കുന്നതായിട്ടുള്ള പരാതി കേട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു വാഹനത്തിന് ഏകദേശം 65% അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഏകദേശം ക്രോമിയം ഫിനിഷിലാണ് വരുന്നത്. ഈ ക്രോമിയം ഭാഗത്താണ് അധികം തുരുമ്പ് വരുന്നത്. അതൊരു ബിൽഡ് ക്വാളിറ്റിയിൽ പല സ്ഥലത്തു നിന്നും സൗണ്ടും വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്നതുണ്ടോ, ഇവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ച് തരാം. അതിങ്ങനെ അവിടെ ചെയ്യുന്ന അതിൻ്റെ സ്ക്രൂ ഒക്കെ പെട്ടെന്ന് അടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്യൂല് ഫില്ല് ചെയ്യാൻ വേണ്ടി ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. അത് പല സമയത്തും ലോക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു തുരുമ്പ് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവില്ല ഒരു ടൈറ്റ്, ആ ടൈറ്റാണ്. അതേപോലെ ഈ മിററിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം തുരുമ്പ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വളരെ മോശം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിൽ പെട്ടെന്ന് ഫെയ്ഡ് ആവുന്നൊരു പ്രോബ്ലം എല്ലാവരും പറയുന്നുണ്ട്. പെട്ടെന്ന് നിറം മങ്ങിപ്പോകുന്നൊരു പ്രോബ്ലമാണ് പെയിൻറ്റ് ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംഫർട്ട് ഇല്ലാത്ത സീറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു 50 കിലോമീറ്ററിന് മുകളിലൊക്കെ നമ്മൾ ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു 80 കിലോമീറ്ററിന് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ബാക്ക് നല്ല രീതിയിൽ വേദന ആവുമെന്ന് മാത്രമല്ല നല്ല ചൂടും ഉണ്ടാവുന്നതാണ്. പിന്നെ പിലിയൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. പിലിയന് തീരെ കംഫർട്ടല്ല. മാത്രമല്ല ഈ സീറ്റ് ഒരു സ്ക്രൂവിൽ അത് 2 സ്ക്രൂവിലേറ്റ് മാത്രമാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് സംശയമുണ്ട്. നല്ല ഇളക്കമാണ് സീറ്റ് വരുന്നത്. അടുത്തത് ഒരു പ്രോബ്ലം എന്നുള്ളത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രോബ്ലമാണ്. ഹെഡ്ലൈറ്റിന് തീരെ ത്രൂ കിട്ടുന്നില്ല. സ്ട്രെങ്ത് ഇല്ലാത്തൊരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. സർവീസിന് പോയി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഷോർട്ട് ത്രൂ ഓക്കെ, അതൊരു ഹെഡ്ലൈറ്റാണ് ഇതിന് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഹോണ്ടയുടെ സ്കൂട്ടേഴ്സിനും ഇതേ പ്രോബ്ലം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതും LED ലൈറ്റാണല്ലോ വരുന്നത് ഹെഡ്ലൈറ്റ്. അതിനും സ്ട്രെങ്ത്ത് ഷോർട്ട് ത്രൂ ഒക്കെയാണ് വരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ബ്രേക്ക് അപാര ബ്രേക്ക് തന്നെയാണ്. പക്ഷേ പിറകിലെ റിയർ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് സ്പീഡ് കുറക്കാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ല വാഹനം നിർത്താൻ നമുക്ക് ആ ബ്രേക്ക് കൊണ്ട് സാധിക്കില്ല. എനിക്ക് തോന്നുന്നു BS6 വാഹനങ്ങൾക്കെല്ലാം ഈ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഞാൻ NS 160 BS6 ഉപയോഗിക്കുന്നുണ്ട്. അതിനും ഇതേ പ്രോബ്ലം ഉണ്ട്. ബാക്കിലെ ബ്രേക്ക് 5 പൈസക്കില്ലാത്ത ബ്രേക്കാണ്. അടുത്തത് സ്പെയർ അവൈലബിലിറ്റിയും അതേപോലെ തന്നെ സ്പെയറുകളുടെ റേറ്റ് എത്ര എന്നുള്ളത് ഇതുവരെ ആർക്കും ഒരു കൺഫേം കിട്ടിയിട്ടില്ല. പല കസ്റ്റമേഴ്സും ഷോറൂമിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ആ സ്പെയർ സ്റ്റോക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ പുതിയൊരു വാഹനം ആയതുകൊണ്ട് തന്നെ സ്പെയറിന് നല്ല വിലയും കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പണ്ടൊരു വാഹനം ഉപയോഗിച്ചിരുന്നു. ചെറിയ ഹോണ്ടയുടെ ഡാസിലർ എന്നുള്ള വാഹനം ഉപയോഗിച്ചിരുന്നു. അതിലൊക്കെ സ്പെയറിനൊക്കെ നല്ല വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ വാഹനത്തിന് അത്ര മാർക്കറ്റിൽ വിലയും ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.